ഹലോ ഫ്രണ്ട്സ്, ടെക്ലിസിയോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. iOS 14 വന്നിട്ടുള്ള കിടിലം മാറ്റങ്ങളാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. iOS 14 ഐഫോണിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചേഞ്ചാണ് അതിൻ്റെ ഹോം സ്ക്രീനിൽ വന്നിട്ടുള്ള മാറ്റം. ഹോം സ്ക്രീൻ എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വിഡ്ജറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇത് 13 അവൈലബിൾ ആയിരുന്നു, എന്നാൽ 14 നമുക്കത് ഹോം സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ലോങ് പ്രസ് ചെയ്യുക, ആൻഡ് മുകളിൽ കാണുന്ന പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഡ്ജറ്റ്സ് കാണാം. നമുക്ക് ആവശ്യമുള്ള വിഡ്ജറ്റ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ വെതർ സെലക്ട് ചെയ്യാണ്, ആഡ് ചെയ്യുക. ദെൻ ഇനി വീണ്ടും നമുക്ക് വേറെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, വേറെ സെലക്ട് ചെയ്യുക. ഇവിടെ കലണ്ടർ സെലക്ട് ചെയ്തു. ഇത് 3 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ആവശ്യമുള്ള സൈസ് സെലക്ട് ചെയ്യുക. ദെൻ വീണ്ടും ആഡ് വിഡ്ജറ്റ്സ് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അതുമ്പോൾ പ്രസ് ചെയ്ത് പിടിച്ച് സ്ലൈഡ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് മൂവ് ചെയ്യാം. ഇനി ഇതിൽ ഒന്നിലധികം വിഡ്ജറ്റ്സ് ഒന്നിച്ച് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വീണ്ടും വിഡ്ജറ്റ്സ് ആഡ് ചെയ്യുക. ഒരേ സൈസിലുള്ള വിഡ്ജറ്റ്സാണ് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഷോർട്ട് കട്ട് സെലക്ട് ചെയ്യാണ്. അതിൽ സെയിം സൈസിലുള്ള വിഡ്ജറ്റ് സെലക്ട് ചെയ്ത് ആഡ് വിഡ്ജറ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാം. ഇനി ഇത് സ്റ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മറ്റേതിന് മുകളിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് ഒന്നിച്ച് കാണാം. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വിഡ്ജറ്റ്സും മാറി മാറി കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ആപ്പ് ലൈബ്രറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുക. ഏറ്റവും എൻഡിൽ ഇതുപോലെ ആപ്പ് ലൈബ്രറി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒന്നിച്ച് കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആപ്പ് ലൈബ്രറിയിൽ. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ ആപ്ലിക്കേഷൻസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാണിക്കും. അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഈ ആപ്പ് ലൈബ്രറിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മളധികം യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ടൂൾ ബോക്സ് വരും. അതിൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മൂവ് ടു ആപ്പ് ലൈബ്രറി ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആപ്പ് ലൈബ്രറിയിലേക്ക് പോകും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആയി പോകത്തില്ല. ഇനി നമുക്ക് ഒരു ഹോം പേജ് മൊത്തത്തിൽ നമുക്കിതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴെ ഡോട്ടുകൾ കാണാം. ആ ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ ഹോം പേജസും ഒന്നിച്ച് കാണാനായിട്ട് സാധിക്കും. നമുക്കതിൽ റിമൂവ് ചെയ്യേണ്ട ഹോം പേജ് താഴെ കാണുന്ന ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആവും. ഇത് ആപ്പ് ലൈബ്രറിയിലേക്ക് പോകും. നമ്മുടെ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ആയി പോകത്തില്ല. നമുക്ക് ആപ്പ് ലൈബ്രറിയിൽ നിന്ന് അത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കോള് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേയിലുള്ള മാറ്റമാണ്. നമുക്ക് മുമ്പ് കോള് വരുമ്പോൾ അത് ഫുൾ സ്ക്രീനിലാണ് നമുക്ക് കോള് കാണിക്കാറ്. ഇനി മുതൽ കോള് വരുമ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പോലെ മുകളിൽ ജസ്റ്റ് ഒരു ബാനറായിട്ട് മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക. ഫുൾ സ്ക്രീന് അത് എഫക്റ്റ് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ അത് എഫക്റ്റ് ചെയ്യുകയില്ല. നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ കോള് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായി നമുക്ക് ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ബാക്ക് ടാപ്പ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഡബിൾ ടാപ്പോ ഒരു ട്രിപ്പിൾ ടാപ്പോ യൂസ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാം. ആ ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ വരും. അതിൽ ടച്ച് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെ ബാക്ക് ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡബിൾ ടാപ്പും കാണാം, ട്രിപ്പിൾ ടാപ്പും കാണാം. അതിൽ ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക.
ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് സെലക്ട് ചെയ്താലും ഒരുപാട് ഷോർട്ട് കട്ട്സ് കാണാനായിട്ട് സാധിക്കും. അതിൽ ആവശ്യമുള്ള ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഏതാണോ ആവശ്യം അത് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ കൺട്രോൾ സെൻറ്റർ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോകാം. ഇനി നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ഷോർട്ട് കട്ട് ഓപ്പണായി വരും. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് ടാപ്പിന് വേണ്ടി സ്ക്രീൻഷോട്ടാണ്. ഞാൻ ടാപ്പ് ചെയ്തു, ദെൻ സ്ക്രീൻഷോട്ട് എടുത്തു, ടാപ്പ് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തു, ടാപ്പ് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തു. നെക്സ്റ്റ് ട്രിപ്പിൾ ടാപ്പാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കൺട്രോൾ സെൻറ്ററാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്തു, കൺട്രോൾ സെൻറ്റർ ഓപ്പണായി. അഗെയിൻ അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്തു, കൺട്രോൾ സെൻറ്റർ ഓപ്പണായി. ഇങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എയർപോഡ്സ് യൂസ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ എയർപോഡ്സ് യൂസ് ചെയ്യുമ്പോൾ സറൗണ്ടിങ് സൗണ്ട്സ് ഇനി മുതൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കൺട്രോൾ സെൻറ്റർ സെലക്ട് ചെയ്യുക. അതിൽ 2 സെക്ഷൻ കാണാം, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ മോർ കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതും. അതിൽ മോർ കൺട്രോൾസിൽ നമുക്ക് സൗണ്ട് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഗ്രീൻ കളറിലുള്ള പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലേക്ക് പോകും. അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ പോവുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്ത സൗണ്ട് റെക്കഗ്നിഷൻ്റെ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടൂൾ ബോക്സ് വരും. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫയർ അലാം, സൈറൻ, സ്മോക്ക് അലാം. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക, ടേൺ ഓൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എനേബിൾ ചെയ്യാം. ഇത് നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എയർപോഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സൗണ്ടുകൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് എയർപോഡ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ കേൾക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് സിരിയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. സിരി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുന്നേ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രീനിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണുന്ന പോലെ താഴെ ഒരു ഐക്കണായിട്ടാണ് കാണുക. സിരി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ആൻസറുകൾ മുകളിൽ ഒരു ബാനറായിട്ട് ഇതിൽ കാണുന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫുൾ സ്ക്രീനിൽ അത് വരികയില്ല. മുൻപ് നമ്മൾ വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ ഫേസ് ടൈമിൽ കോൾ വരുമ്പോഴൊക്കെ നമ്മുടെ ഫുൾ സ്ക്രീനിലാണ് അത് വീഡിയോ ഡിസ്പ്ലേ ആവാറ്. നമുക്കത് മിനിമൈസ് ചെയ്തിടാനായിട്ട് സാധിക്കാറില്ല. മിനിമൈസ് ചെയ്താൽ തന്നെ നമ്മുടെ വീഡിയോ കട്ടായി പോകാറുണ്ട്. ഇനി നമ്മൾ ഫേസ് ടൈമിൽ കോൾ വരികയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ ആവശ്യാനുസരണം സൈസ് കുറയ്ക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് ആക്കാനും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും അതിൻ്റെ സൈസ് പിൻ ചെയ്ത് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ മാത്രം കേട്ടുകൊണ്ട് നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആപ്പിൾ ഇതിനെ പിക്ചർ ഇൻ പിക്ചർ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തന്നെ ഈ വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നിങ്ങളോട് പങ്കുവെച്ചത്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് iOS 14 അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.